ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. കമൻസ് ചെയ്ത മക്കളുടെ എല്ലാം ഞാൻ വായിച്ചു, ഭഗവാനോട് പറഞ്ഞു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവാന്റെ കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പേര് കമൻസ് ചെയ്യാത്ത ഒരുപാട് മക്കളുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് കഴിഞ്ഞ ദിവസം ചൊല്ലിയ ഭാഗവത കീർത്തനത്തിൻ്റെ കുറച്ച് ഖണ്ഡികയും കൂടെ ചൊല്ലാം. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും, ഇന്ദ്രനു സമമായി വാണിടുകിലും, ഒന്നുരിയാടുവതിന്നിടകിട്ട വന്നാൽ യമഭടർ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ. കൂപേ വീണുഴലും നതുപോലെ ഗേഹേ വാണുഴലുന്ന ജനാനാം. ആപൽഗണം അകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം നാരായണ ജയ. കെട്ടുകളായതോ കർമ്മം പുരുഷനു, കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. കെട്ടുകളോ ഫലഭുക്ര്യാ തീരും, കെട്ടായിനിയും നാരായണ ജയ. കേൾക്കണമെഴുതായുണ്ടു രഹസ്യം, ദുഷ്കൃതവും നിജ സുകൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിൽ ആക്കുക സതതം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ. കയ്യിൽ വരുന്നതുകൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരുഞ്ചിക്കൊല്ല. കൈവരുമാകിലും ഇന്ദ്രൻ്റെ പദമെന്തിനു തുച്ഛം നാരായണ ജയ. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാ ദൃഢം. അടിമലർ തൊഴുകിലൊരിച്ചാഹീനം മുക്തന്മാരവർ നാരായണ ജയ. കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ കൃഷ്ണാവതാരം, ദശമസ്കന്ധം കൃഷ്ണാവതാരമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താ വായിച്ചത്? ഭൂമിക്ക് ഭാരം വർദ്ധിച്ചു, വിഷമം വർദ്ധിച്ചു. ദുഷ്ടന്മാരെ കൊണ്ട് ശല്യം സഹിക്ക വയ്യാതായപ്പോൾ ബ്രഹ്മാവിനടുക്ക് ചെന്ന് കരഞ്ഞു, അപേക്ഷിച്ചു. പശുരൂപത്തിൽ, ഗോരൂപത്തിലാണ് ചെന്നിരിക്കുന്നത്.
അങ്ങനെ ബ്രഹ്മാവും എല്ലാം കൂടെ അവസാനം ഭഗവാൻ ശിവനെ കാണാൻ പോയി. അവിടെ ചെന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ മന്ദസ്മിതമായിട്ട് ദേവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ അതായത് കൈലാസത്തിൽ നിന്ന് അവരെല്ലാവരും കൂടെ ഗുഹഗണേശാദികളെല്ലാവരും ഭൂതഗണങ്ങളും എല്ലാവരുമായിട്ട് ഇവിടെ പോയി പാലാഴിയിൽ പോയി ദേവിയോട് ഇങ്ങനെ അരുളി എന്താ ഇങ്ങനെ സംഭവമൊക്കെ ആലോചിച്ച് എന്നിട്ട് ഭഗവാൻ അവരുടെ കൂടെ പാലാഴിയിൽ പോയി ഭഗവാനോട് അഭയം പറയാമെന്ന് കരുതി ഭൂമിദേവിയും എല്ലാവരുമായിട്ട് അവിടെ ചെന്നു. നദീതീരത്ത് ചെന്നപ്പം അതായത് നാരദ മഹാമുനി നന്നായി അവിടെ ഉണ്ട്. എല്ലാവരോടും ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്തത്. പുരുഷ സൂക്തം ചൊല്ലി ആരാ? ബ്രഹ്മാവ്. അപ്പോൾ 10,000 സൂര്യമണ്ഡലം ഉദിച്ച് ഉയരുന്നതുപോലെ ഭഗവാന്റെ സങ്കല്പങ്ങളെല്ലാം കേൾക്കായി ബ്രഹ്മാവിന്. അതെല്ലാം മനസ്സിലായിട്ട് ബ്രഹ്മാവിനെ പരമശിവനോടും മറ്റ് ദേവന്മാരോടെല്ലാം ഈ വിവരം പറഞ്ഞു. ഇതുപോലെ ഭഗവാൻ അവതരിക്കാൻ യദുവംശത്തിൽ ദേവകിയുടെ ഭവനത്തിൽ അവതരിക്കും എന്ന് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി നമുക്ക് അങ്ങോട്ട് വായിക്കാം. വിഷ്ണു ഭക്തിയെ പൂണ്ട ദേവകി ഗർഭസ്ഥനായി കൃഷ്ണനായി മായാമർത്യനായി അവതരിച്ചിടും. വിശ്വകാരിണി വിഷ്ണുമായയും വ്രജത്തിങ്കൽ അച്യുത ഭക്തയായ നന്ദിനിയെങ്കിൽ തൽക്ഷണേ കുമാരിയായി ഉത്ഭവിപ്പതും കാണാം. അക്ഷികർണൗഘാധിപൻ അഗ്രജനായും വരും. അതായത് ശേഷൻ അനന്തൻ ഭഗവാന്റെ ജ്യേഷ്ഠൻ അഗ്രജൻ ജ്യേഷ്ഠനായും വരും. അച്യുത ഭക്തയായ നന്ദിനി നന്ദഗോപരുടെ ഭാര്യയായ യശോദയിൽ തൽക്ഷണേ അപ്പോഴുതന്നെ ഭഗവാൻ അവതരിക്കുമ്പോൾ തന്നെ കുമാരിയായി ഭഗവാന്റെ വിഷ്ണുമായ കുമാരിയായി അവിടെ അവതരിക്കും, ഉത്ഭവിക്കും. കൃഷ്ണനായി മായാമർത്തിനായി അവതരിച്ച് എവിടെയാ? വിശ്വകാരിണി. അതായത് വിഷ്ണു ഭക്തിയെപ്പോണ്ട ദേവകി വിഷ്ണു ഭക്തയുള്ള സ്ത്രീയാണ്. ഉത്തമനായ വസുദേവനും അങ്ങനെയാണ്. ഭഗവാനോട് അത്രമാത്രം തൽപരനാണ്. ഭഗവാനോട് ഭഗവാൻ നാരായണനോട് അത്രമാത്രം ഇഷ്ടമാണ്. ഉത്തമനാണ് വസുദേവർ. അതുപോലെ തന്നെയാണ് ദേവകിയും വിഷ്ണു ഭക്തിയെ പൂണ്ടിരിക്കുന്ന ദേവകിയാണ്. ഭഗവാൻ അവിടെ മർത്യനായി മനുഷ്യനായി അവതരിക്കും. കുമാരിയായിട്ട് നന്ദഗോപരുടെ അവിടെ യശോദയിലും വരും. അത് വിഷ്ണുമായ ദേവി. അഗ്രജനായിട്ട് വരുന്നത് അനന്തൻ ശേഷൻ, അതായത് ബലരാമനായിട്ട് ജ്യേഷ്ഠനായിട്ട് വരും. ഭദ്രനാം അരവിന്ദ നേത്ര അനുചരന്മാരായി വർത്തിപ്പാൻ അമർത്യന്മാർ മിക്കതും മടിയാതെ. കാരണം അമർത്യന്മാർ ദേവന്മാരെല്ലാം ദേവേന്ദ്രനല്ല ദേവന്മാർ, ദേവലോകത്തിലുള്ളവരെല്ലാം ഒരു മടിയും കൂടാതെ എന്തിനു വരും? ഭദ്രനാം അരവിന്ദ നേത്ര അനുചരന്മാരായി ഭഗവാൻ കൃഷ്ണനെ അനുചരന്മാരെ സഹായമായിട്ട് അവരെല്ലാവരും ഭൂമിയിൽ അവതരിക്കും, വന്ന് പിറക്കും. ദേവന്മാരും അപ്സര സ്ത്രീകളൊക്കെ ഗോപന്മാരും അപ്സര സ്ത്രീകൾ ഗോപ സ്ത്രീകളുമായിട്ട് വന്ന് പിറക്കും. ഭഗവാന് വേണ്ടുന്ന അനുചരന്മാരായിട്ട്. ഭദ്രനാം അരവിന്ദ നേത്ര അനുചരന്മാരായി വർത്തിപ്പാൻ അമർത്യന്മാർ മിക്കതും മടിക്കാതെ എങ്ങനെ വരും? പൃഥ്വീപാലകരായും പൃഥ്വീദേവകളായും പൃഥ്വിയിൽ വൃഷ്ണ്യന്തകഭോജ യാദവ ഗോപസത്തമന്മാരായും ചെന്ന് ഒക്കവേ ജനിക്കണം. തെളിയുന്നില്ല. പൃഥ്വീപാലകരായും ആരാണ്? ദേവന്മാർ. പൃഥ്വീദേവകളായും അപ്സര സ്ത്രീകളൊക്കെ അങ്ങനെ പൃഥ്വിയിൽ, അത് ഭൂമിയിൽ വൃഷ്ണ്യന്തകഭോജ യാദവ ഗോപസത്തമന്മാരായും ചെന്നൊക്കവേ ജനിക്കണം. ഉത്തമ ശ്ലോക സഹായാർത്ഥമായി ഒരു ഭക്രിയാ പത്മിനി സമാന ശീലാംഗഭംഗികൾ കലർന്ന് ഉൽപ്പലേഷണമാരാം അപ്സര സ്ത്രീകളെല്ലാം പത്മനാഭനെ പരിചരിച്ചു കൊള്ളുവാനായി കൊണ്ടുൾപ്രമോദേന ഗോപസ്ത്രീകളായി പിറക്കണം. അങ്ങനെ എല്ലാവരും ഭൂമിയിൽ
ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാനെ സ്നേഹിക്കാൻ ഗോപസ്ത്രീകൾ അനുചര്യ എടുത്തുകൊണ്ട് നടക്കാനും ഭഗവാനെ കൂട്ടായിട്ടും എല്ലാം അങ്ങനെയാണ്. ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ അവിടെ ഒരുപാടുണ്ട്. എല്ലാ അപ്സരസ്ത്രീകളും ദേവന്മാരും ഒക്കെയാണ്. യുദ്ധമെല്ലാം ഈ യോഗം വന്നു കൂടിയിടുമ്പൊഴുത് അത്തൽ തീർന്നത്യാനന്ദം സിദ്ധിക്കും നമുക്കെല്ലാം. അപ്പോൾ അവിടുത്തെ വിഷമങ്ങളെല്ലാം തീരും. അത്തെല്ലാം തീർന്ന് എന്ത് സംഭവിക്കും? ആനന്ദം സിദ്ധിക്കും. യുദ്ധമെല്ലാം ഇങ്ങനെ യോഗം വന്നു കൂടിയിടുമ്പോൾ, ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ, ഭഗവാൻ അവതരിക്കുമ്പോൾ അവിടെ ഭഗവാനെ അനുചരന്മാരായിട്ട് ഒരുപാട് ഗോപന്മാരും ഗോപസ്ത്രീകളെല്ലാം ആരാ? ദേവന്മാരും അപ്സരസ്ത്രീകളൊക്കെയാണ്. ഇതെല്ലാം വന്ന് ഒത്തു വരുമ്പോൾ എല്ലാ വിഷമവും തീരും, ആനന്ദം സംഭവിക്കും. നമുക്കും മനസ്സിലാക്കണം, നമുക്ക് എപ്പോഴും ഭഗവാനെ ആരാധിച്ച് വരുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. ഭഗവാൻ എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഭവനത്തിൽ നമ്മൾ വസിക്കുന്നിടത്ത് നമ്മളെപ്പോഴും ഭഗവാനെ ചിന്തിക്കുമ്പോൾ, എപ്പോഴും ഭഗവാനെ ആരാധിക്കുമ്പോൾ ഒരിക്കലും ഇടപെടാതെ തന്നെ നമ്മുടെ ഭവനം, നമ്മുടെ ആശ്രമത്തിൽ, നമ്മുടെ ഗൃഹസ്ഥാശ്രമം, അവിടെ ഭഗവാൻ എപ്പോഴും വേണമെങ്കിൽ നമ്മളെപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കണം. ദുഷ്ടഭൂതങ്ങൾ ഭഗവത്തേജോ മഹിമയാൽ നഷ്ടമായ അതിഭാരം തീർന്നിടും അവനിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഭാരം തീരുന്നത്? ദുഷ്ടഭൂതങ്ങളുടെ നാശം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഭഗവാന്റെ തേജോ മഹിമയാലാണ്. അവിടെ ആരും ആരെയും കൊല്ലുന്നില്ല. നമ്മളിങ്ങനെ ഒരു കഥ പോലെ പറയുന്നു, ഭഗവാന്റെ തേജോ മഹിമ കൊണ്ടാണ്. ഭഗവാന്റെ ഇടപെടൽ കൊണ്ട് ദുഷ്ടന്മാരെല്ലാം നന്നാവും. ആ ദുഷ്ട മനസ്സുകൾ മാറിപ്പോവും, നശിച്ചു പോവും. ഭഗവാന്റെ തേജസ് കൊണ്ട്, ഭഗവത് തേജോ മഹിമ കൊണ്ട് നഷ്ടമാകും. എങ്ങനെ നഷ്ടമാകും? ഭാരം. അപ്പം ഭാരം തീരണമെങ്കിൽ കംസനെ വധിച്ചതുപോലെ ദുഷ്ടന്മാരെല്ലാം വധിക്കണ്ടേ? ഇവിടെ ആരും വധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഭഗവാന്റെ നന്മയും ഗുണങ്ങളും ഇങ്ങനെയുള്ള മഹിമകളും അത്ഭുതങ്ങളും കാണുമ്പോൾ ഏത് ദുഷ്ടൻ്റെയും മനസ്സ് മാറും. അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവിടെ പറയുന്നു ദുഷ്ടഭൂതങ്ങൾ ഭഗവത് തേജോ മഹിമയാൽ. ഇവിടെ തേജോ മഹിമ എന്നതിൻ്റെ അർത്ഥം ഏത് പാവിയെ നന്നാക്കാൻ അത്രമാത്രം സ്നേഹവും എല്ലാം ഭഗവാനിൽ നിന്ന് വരുമ്പോൾ ഒരു ദുഷ്ടനും അവിടെ ദുഷ്ടത കാണിക്കത്തില്ല, എല്ലാം നന്നാവും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. ദുഷ്ടഭൂതങ്ങൾ ഭഗവത് തേജോ മഹിമയാൽ നഷ്ടമായതിഭാരം തീർന്നിടും അവനിക്കും. അവനി ഭൂമിക്ക് എങ്ങനെയാ ഭാരം തീരുന്നത്? ഭഗവാൻ തേജോ മഹിമ കൊണ്ടാണ്. അതല്ലേ ഭഗവാൻ ആരെയും കൊല്ലുന്നില്ല, ഒരിക്കലും ആത്മാവിന് നാശം. പക്ഷെ അതിലിരിക്കുന്ന ദുഷ്ടത്തരത്തിനെ മാറ്റുന്നു. അത് ഭഗവാൻ അവിടെ അതിനെ ദുഷ്ടത്തരത്തെ മാറ്റുന്നത് എങ്ങനെയാ? തേജോ മഹിമ കൊണ്ടാണ്. ഒരു എത്ര ദുഷ്ടനെയും അത്രമാത്രം ഭഗവാൻ അതിൻ്റെ കൃപയുള്ള അത്രമാത്രം അത്ഭുത ശക്തിയുള്ള ഭഗവാനല്ലേ. അപ്പോൾ ഭഗവാന്റെ ഒരു നോട്ടം മതി, ഏത് ദുഷ്ടപിശാചുക്കളും മാറിപ്പോകും. ഒരു ദേഹത്തിൽ ദുഷ്ടനുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ ഭഗവാൻ അത്രമാത്രം തേജസ്സുണ്ട്, ശക്തിയുള്ള ഭഗവാനാ. ആ ഒരു നോട്ടം മതി. ആ നോട്ടത്തിൽ കൂടി തന്നെ എല്ലാ ദുഷ്ടന്മാരും ശുദ്ധനാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ്. അതുകൊണ്ട് ദുഷ്ടഭൂതങ്ങൾ ഭഗവത് തേജോ മഹിമയാൽ നഷ്ടമായ അതിഭാരം തീർന്നിടും അവനിക്ക്. അങ്ങനെ ഭാരം തീർന്നു. വിശ്വസർ ഗിരീശ മുഖ്യ അമരൗഖത്തോടേവം വിശ്വേശ നിയോഗങ്ങൾ ഒക്കെയും ഗ്രഹിപ്പിച്ചു സത്വരം ധരത്രീഭാര ശ്രമാർത്ഥിയും സത്യവിദ്യകൾ കൊണ്ടങ്ങേറ്റം ആശ്വസിപ്പിച്ചു സത്യലോകത്തെ പ്രാപിച്ചിടിനാൻ പിതാമഹൻ. അങ്ങനെ ആശ്വാസം ഭൂമിദേവിക്കും എല്ലാ വിഷമം മാറി. ഇതിങ്ങനെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ വാക്കുകളെല്ലാം ബ്രഹ്മാവ് ഭഗവാൻ പരമേശ്വരനോടും ദേവന്മാരോടെല്ലാം പറഞ്ഞു. ഭഗവാൻ ഇങ്ങനെ 10,000 സൂര്യൻ ഉദിച്ച ആ തേജസ്സും ഭഗവാന്റെ സങ്കല്പങ്ങളെല്ലാം അവിടെ കേട്ടു ബ്രഹ്മാവ്. പുരുഷ സൂക്തം ചൊല്ലിയപ്പോൾ ബ്രഹ്മാവ് ഇതെല്ലാം ഉൾക്കൊണ്ട് ഭഗവാന്റെ സങ്കല്പങ്ങൾ, ആ ഭഗവാന്റെ വാക്കുകളെല്ലാം അദ്ദേഹം കേട്ടു. അതെല്ലാം വന്ന് പരമേശ്വരനോടും ദേവന്മാരോടും ഭൂമിദേവിയോടും അതുപോലെ തന്നെ ബ്രഹ്മാവിനോടെല്ലാം പരമേശ്വരനോടും ബ്രഹ്മാവാന്നല്ലോ ഇത് കേട്ടത്. ഭഗവാന്റെ ഈ പുരുഷ സൂക്തം ചെല്ലുന്നത് ബ്രഹ്മാവാണ്. അപ്പോൾ ബ്രഹ്മാവാണ് ഭഗവാനെ കണ്ടത്. ഇങ്ങനെയുള്ള അതിഭയങ്കരമായ ആ ഒരു 10,000 സൂര്യനുദിച്ച ആ പ്രഭയും എല്ലാം കണ്ടത് ബ്രഹ്മാവാണ്. ആ വിവരം മറ്റുള്ളവരോട് പറഞ്ഞു വന്ന് അവിടെ പരമേശ്വരനോടും ദേവന്മാരോടുമൊക്കെ വന്ന് പറഞ്ഞു. ധാത്രി ഭാരശ്രമാർത്ഥി സത്യവിദ്യകൾ ഉണ്ടെങ്കിൽ ആശ്വസിപ്പിച്ചിട്ട് സത്യലോകത്തേക്ക് പോയി ആരാ? പിതാമഹൻ ബ്രഹ്മാവ്. ബാക്കി എല്ലാവരും അവരവരുടെ ദേവന്മാരെല്ലാം അവരുടെ സ്ഥലത്തേക്ക് പോയി. മുക്കണ്ണൻ പരമേശ്വരൻ നിജ പരിവാര താരങ്ങളോടും തൽഗിരി നിലയത്തിനും എഴുന്നള്ളി കൈലാസത്തിലേക്ക് പോയി.
പൃഥ്വിയും പൃഥ്വീസുരാദ്യുത്തമോത്തമന്മാരും തത്തൽ സ്ഥാനങ്ങൾ തോറും സ്വസ്ഥരായി മരുവിനാർ. അതായത് പൃഥ്വിഭൂമിയും പൃഥ്വീസുരോ ഉദ്യത്തമോ ഉത്തമന്മാരും സുരാദ്യുത്തമോത്തമന്മാർ, അതായത് ഭൂമിയിലൂടെ പോയവരും എല്ലാവരും അവരുടെ അവിടെ സ്ഥാനത്തേക്ക് പോയി. തൽക്കാലേ അങ്ങനെയിരിക്കെ മധുരേശനാകിയ യദൂത്തമൻ, ഭഗവാൻ യദുവംശത്തിലല്ലേ അവതരിച്ച, അപ്പോൾ യദൂത്തമൻ ആരാണ്? ഉൾക്കാമ്പ് തെളിഞ്ഞഴും ശൂരസേനാഖ്യൻ തൻ്റെ പുത്രന് അത്യന്തം വിഷ്ണു തൽപരൻ ആത്മാരാമൻ ഉത്തമൻ വസുദേവരുദ്ഭവിച്ചതുകാലം. അങ്ങനെയിരിക്കെ യദൂത്തമനായ മധുരേശനായ യദൂത്തമൻ ആരാ? സൂരസേനാഖ്യൻ. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പുത്രൻ, വിഷ്ണു തൽപരനായിരിക്കുന്ന ഒരു ആത്മാരാമനാണ്. അതായത് ആത്മാരാമൻ എന്ന് പറയുന്ന പരമാത്മാവ് എല്ലാവരും അവരവർ തന്നെ ലയിക്കുക, ചേരുക. ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം പരിശുദ്ധനായിരിക്കുന്ന ഒരു ഭഗവാനിൽ അത്രമാത്രം ഭക്തിയോടിക്കുന്നതാണ് ഈ വസുദേവർ, ശൂരസേനാഖ്യൻ്റെ മകൻ. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ അദ്ദേഹം ജനിച്ചു, ഉത്ഭവിച്ചു. തൽപദവികളെല്ലാം ഉഗ്രസേനജൻ കംസൻ, ഉഗ്രസേനൻ്റെ മകനാണ് കംസൻ, ശൂരസേനൻ്റെ മകനാണ് വസുദേവർ. അപ്പോൾ രണ്ടു പേരുടെയും പേര് മാറിപ്പോയി. ശൂരസേനൻ വസുദേവയുടെ അച്ഛനും ഉഗ്രസേനൻ കംസൻ്റെ, അത് ദേവകിയുടെയൊക്കെ അച്ഛൻ. അപ്പോൾ ഈ ദേവകിയുടെ അച്ഛൻ എന്ത് ചെയ്തു? ശൂരസേനാഖ്യൻ്റെ മകൻ ഈ വസുദേവരുടെ പദവികളെല്ലാം അടക്കി, ചിലരുടെ അങ്ങനെ ആണല്ലോ പിടിച്ചു പറിച്ച് അടക്കി വെക്കുമല്ലോ, മന്ത്രിമാരായാലും അങ്ങനെ മറ്റുള്ളവരുടെ പദവിയുടെ പിടിച്ച് അടക്കുന്ന ഒരു സ്വഭാവം ചിലർക്കുണ്ട്, നന്മ അല്ലാത്തത്, തിന്മ കാണിക്കുന്നവർ. അങ്ങനെ ഈ കംസൻ എന്ത് ചെയ്ത് വസുദേവരുടെ പദവിയെല്ലാം പിടിച്ചടക്കി വെച്ചു. തൽപദവികളെല്ലാം ഉഗ്രസേനജൻ കംസൻ അല്പസാരജ്ഞൻ ഭോജാധീശ്വരൻ അടക്കിനാൻ. വസുദേവരുടെ പദവികളെല്ലാം അടക്കി. തത്ര യൗവന പരിപൂർണനാം വസുദേവർ തദ്വിരോധത്തിനരുതാഞ്ഞുള്ളിൽ വിചാരിച്ചാൻ. അദ്ദേഹം നല്ലൊരു പരിശുദ്ധനാണ്, ഉത്തമനാണ്, പരമാത്മാവിനോട് അത്രമാത്രം താല്പര്യം, ഭഗവാൻ നാരായണന് അത്രമാത്രം ഭക്തനാണ്. അദ്ദേഹം ഒരു വിരോധത്തിന് പാടില്ല, അരുതാഞ്ഞ് ഉള്ളിലെന്ത് വിചാരിച്ചു? കശ്മലൻ തന്നാൽ ഒരു ജാതിയും പൊറുതയില്ല, അച്ഛചേതസാ സേവിച്ചിടുവൻ. അതുകൊണ്ട് ഈ കശ്മലനായ കംസൻ കാരണം ആർക്കും പൊറുതിയില്ല, എല്ലാവരും അദ്ദേഹത്തിനെ കൊണ്ട് മടുത്തു, അത്രമാത്രം ദുഷ്ടനാണ്. അതുകൊണ്ട് നിശ്ചയം ബന്ധു സ്നേഹമില്ലെന്ന് വരുന്നാകിൽ അച്യുത സ്വാമി നമ്മെ രക്ഷിക്കുന്നതേ വരൂ. അദ്ദേഹം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഈശ്വരൻ ഒരിക്കലും തിന്മ ചെയ്യത്തില്ലല്ലോ, ഇതിനെല്ലാം പരിഹാരം ഭഗവാൻ കണ്ടിരിക്കും എന്ന് കാണുന്ന ഒരാളാണ് വസുദേവർ. അതുകൊണ്ട് എന്ത് വന്നു? അങ്ങനെ ഇരുന്നപ്പോൾ ഭഗവാൻ രക്ഷിച്ചുകൊള്ളും എന്ന് മനസ്സിലാക്കിയിട്ട് തത്വജ്ഞൻ അദ്ദേഹം വിചാരിക്കുന്നു, ഇത്തം ഓർത്തോർത്തിങ്ങനെ ചെല്ലും കാലം എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. ആരുടെ കയ്യിൽ ഉപദ്രവമുണ്ടോ അത് എന്തായാലും ഈശ്വരൻ അതിൻ്റെ നേരെ ചൊവ്വയാക്കി കൊടുക്കുന്ന വിശ്വാസം ഒരു ഭക്തനുണ്ടാകും. നമുക്കും ഈ ഒരു ഭക്തനാണെങ്കിൽ നമുക്കും ആ വിശ്വാസം വേണം. ഒന്നുകൊണ്ടും നമുക്ക് ഒരു വിഷമം ദൈവം നമ്മളെ ആശ്വാസം തരും, നമ്മുടെ വിഷമങ്ങളെ തീർത്തു തരും. ഭഗവാൻ അങ്ങനെയാണ് ഒരു ഭക്തനോട് എന്നുള്ള വിശ്വാസം നമുക്കും ഈ വസുദേവരെ പോലെ നമുക്കും വേണം. വസുദേവർക്ക് അതുണ്ടായിരുന്നു. ഭഗവാൻ ഒരിക്കലും തിന്മ ചെയ്യത്തില്ല, ഈ ഭക്തന്മാരെ ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് ഈശ്വരൻ അതിനെല്ലാം ഒരു കരുതൽ കാണും. നിശ്ചയം ബന്ധുസ്നേഹം ഇല്ലെന്ന് വരുന്നാകിൽ അച്യുത സ്വാമി നമ്മെ രക്ഷിക്കുന്നതേ വരൂ, ഭഗവാൻ നമ്മളെ രക്ഷിക്കും തീർച്ചയായും. തത്വജ്ഞൻ ഇങ്ങനെ ഓർത്ത്, വസുദേവരിങ്ങനെ ഓർത്തോർത്ത് ഇങ്ങനെ ചെല്ലും കാലം നിത്യനാം ഈശാജ്ഞയാലാശു ദേവകിയായ മുക്തലീലാംഗി തൻ്റെ യൗവനാരംഭം കണ്ടു മെത്തമോദേന കല്യാണ ആഘോഷത്തോടെ ചെന്നു. അങ്ങനെ ഇദ്ദേഹം വിചാരിച്ചു ഈ ദേവകിയെ യൗവനാരംഭമൊക്കെ വന്നപ്പോൾ ആലോചിച്ച് വിവാഹം കഴിക്കാന്നൊക്കെ മനസ്സിൽ കണ്ടിരുന്ന് ഇങ്ങനെ ചെന്ന് ബദ്ധമോദന കല്യാണ ആഘോഷത്തോടെ എല്ലാം ആയി, ഉറപ്പിച്ച് കല്യാണം ആയി. ചിന്തിച്ച് ഇത് ഒരു വിഷമം ഉണ്ടാക്കത്തില്ല, ഭഗവാൻ നോക്കിക്കൊള്ളും, ഈ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ വെച്ച് ഈ ശത്രുത മാറുകയും ചെയ്യും, അതുകൊണ്ട് ഇത് തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഭഗവാൻ ഇതിന് വേണ്ടുന്ന ഉപകാരങ്ങൾ ചെയ്തു തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദേവകിയെ ആലോചിച്ച് വിവാഹം നടത്തുന്നു. ബദ്ധമോദന കല്യാണ ആഘോഷത്തോടെ ചെന്ന് സത്വരം വിവാഹം ചെയ്ത് അമ്പിനോടത നിജസാത്മനി പോവാൻ പുറപ്പെട്ടു നിന്നതു കാലം. ദേവകിയെ കൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ ദേവകൾ പ്രസാദിച്ചു സാദരം കംസാദികൾ ഏവരും ഒരുമിച്ചു നൽകിനാർ പൊലിക്കാണം സ്ത്രീധനങ്ങൾ കൊടുത്തു. ദേവകളെല്ലാം പ്രസാദിച്ചിട്ട് സാദരം എന്ത് വന്നു?
കംസാദികൾ ഏവരും എല്ലാവരും ഒരുമിച്ച് കംസാദി വെച്ചാൽ ഈ ഉഗ്രസേനൻ്റെ പാർട്ടിയാണല്ലോ കംസാദികൾ. ശൂരസേനൻ വസുദേവരുടെ അച്ഛനാണ്. ഇവിടെ കംസാദികളുടെ അച്ഛനാണ് ഈ ഉഗ്രസേനൻ. അപ്പോൾ ഉഗ്രസേനാദികൾ എല്ലാവരുടെ ഒരുപാട് എന്തൊക്കെ സ്ത്രീധനങ്ങൾ കൊടുത്തു. നൽകിനാർ പൊലിക്കാണം, അത് സ്ത്രീധനം കൊടുത്തു. എന്തൊക്കെയാണ് കൊടുത്തത്? 400 ആനകൾ ഒരുപോലെ പൊന്നണിഞ്ഞ് സമ്മാനമായി പുനരീരേഴായിരം അശ്വങ്ങളും തേര് 1000 കാലാൾ 10000 200 ദാസികൾ 2000 പശുക്കളും ചാരുവർണ്ണങ്ങളായ പാത്രങ്ങൾ പലവിധം ഓരോരോ തരം ശയനാസനയാനങ്ങളും പാതുകകളും വിധാനങ്ങളും മുദ്രികകൾ ആദരാൽ ഉപകാര സാധനാർത്ഥങ്ങൾ മറ്റും മോദേന കൊടുത്ത് ഒടുക്കത്ത് അകം തെളിഞ്ഞുടൻ 12 ഭാരം പൊന്നു നൽകിനാനുഗ്രസേനൻ. ഈ കുതിര, ആന, തേര് ഇതെല്ലാം ഒരുപാട് കൊടുത്തതും പോരാഞ്ഞിട്ട് 12 ഭാരം പൊന്നും കൊടുത്തു പിതാവ് ഉഗ്രസേനൻ. എന്നിട്ട് സോദരി തന്നിൽ സ്നേഹഭാരമാർന്നഴും കംസൻ, സോദരി സഹോദരിയുടെ കൂടെ അത്രമാത്രം വാത്സല്യം സ്നേഹമുള്ളതുകൊണ്ട് കംസൻ എന്ത് ചെയ്തു? ആദരാൽ അഖില വാദ്യ പ്രഘോഷികളോടും സുതമാഗത വന്ദിസ്തുതി പാഠക ശാസ്ത്രാഭ്യാസികൾ അനുചരന്മാരോട് ഒരുമിച്ച് മേളമായ ഒരു തേരും നൽകിനാൻ. മനസ്തുല്യം, അദ്ദേഹത്തിന് മനസ്സിന് ഇഷ്ടമായിട്ട് അത്രമാത്രം സന്തോഷവും വാത്സല്യവും ഈ സഹോദരിയുടെ ഉള്ളതുകൊണ്ട് എന്തൊക്കെയാ? ആദരാൽ തന്നെ അഖില വാദ്യ പ്രഘോഷികളുണ്ട്, സൂതമാഗത വന്ദിസ് പാഠക ശാസ്ത്രാഭ്യാസികളുണ്ട്, ഇങ്ങനെയുള്ള അനുചരന്മാരും എല്ലാം കൂടെ ചേർന്ന് എന്തൊക്കെ ആ ഘോഷങ്ങളുണ്ട് ഇതെല്ലാം ചേർത്തും കൊണ്ടൊരു തേര്, മേളമായ ഒരു തേര്, എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു തേരാണ് കൊടുത്തത്. അതിൽ പോകുന്നതിലേക്ക് നല്ല ആഘോഷങ്ങളും വാദ്യമേളങ്ങളും നർമ്മങ്ങളും അതായത് നല്ല തമാശകളും ഫലിതങ്ങളൊക്കെ അങ്ങനെയുള്ള ഓരോരോ പരിപാടികളായിട്ട് അങ്ങനെ ആഘോഷത്തോടെ പോകുന്ന ഒരു തേരും കൊടുത്തു. സന്തോഷമായിട്ട് മനസ്തുല്യം, മനസ്സിന് അത്രമാത്രം സന്തോഷമായിട്ട് സഹോദരിക്ക് അതും കൂടെ കൊടുത്തു. വ്രീളാലോചനയ്ക്ക് ഏറിപ്പോവതിനിവ എല്ലാം കേവലം വസുദേവർ താൻ പരിഗ്രഹിച്ചുകൊണ്ട്, ഇതെല്ലാം വസുദേവർ അളിയനാണല്ലോ, സഹോദര ഭർത്താവായ വസുതെല്ലാം പരിഗ്രഹിച്ചു, ഇതെല്ലാം ഉൾക്കൊണ്ടു കൊടുത്തതെല്ലാം. അവർ മോദേന തേരിലേറിനാൻ ഭാര്യ സമം, അതായത് ദേവകിയും വസുദേവരും കൂടെ ആ തേരിലേറി ഭാര്യ സമം രണ്ടുപേരും ഇത് കയറിയിട്ട്. പിന്നെ അന്നേരം ആത്മസോദരി തന്നിൽ പ്രതിനന്ദിച്ചു വളർന്നിടും വാത്സല്യ പരവശാൽ സന്ധ്യനോൽഗതികളിൽ ഭീതി കൂടാതെ ചിത്താനന്ദമായി മഹാരഥം ഞാൻ നടത്തുവനെന്ന് ഈ കംസൻ വിചാരിച്ചു. ഇത്രയെല്ലാം സ്നേഹമൊക്കെ ഉണ്ട്, എന്നാൽ ഇത് എൻ്റെ സഹോദരിയല്ലേ, അതുകൊണ്ട് പിന്നെ അന്നേരം ആത്മസഹോദരി പ്രതിബന്ധിച്ച് വളർന്ന് എന്തോ വാത്സല്യത്തോടെ കൂടി വരുന്നു. കാരണം അവിടുന്ന് പോകുമല്ലേ, അന്യ വീട്ടിലേക്ക് പോകുമല്ലേ, അപ്പോൾ ഒത്തിരിയോടെ സന്തോഷമായപ്പോൾ ഇദ്ദേഹം എന്ത് വിചാരിച്ചു? സന്ധ്യനോൽഗതികളിൽ ഭയം കൂടാതെ ഈ രഥം ഭയം കൂടാതെ ഇദ്ദേഹം തന്നെ അത് നയിക്കാം, രഥം നയിച്ച് കൊണ്ടുകൊടുക്കാം, തേരാളിയായിട്ട് സാരഥിയായിട്ട്. സന്ധ്യനോൽഗതികളിൽ ഭീതി കൂടാതെ ചിത്താനന്ദമായി മഹാരഥം ഞാൻ നടത്തുവനെന്ന് കംസൻ വിചാരിച്ചു. അവർക്ക് സന്തോഷമാകട്ടെ, മനസ്സിന് ചിത്താനന്ദം ഉണ്ടാകട്ടെ, അതുകൊണ്ട് ഭയം കൂടാതെ അവർ പോകട്ടെ. അതുകൊണ്ട് കംസൻ തന്നെ ഈ തേര് നയിച്ചു കൊണ്ടുപോകാൻ ആ മഹാരഥം ഞാൻ കംസൻ നടത്തുവനെന്ന് തൻ മനോവശഗതനായ അവൻ ചമ്മട്ടിയും സമ്മോദം കലർന്നെടുത്ത് ഏറിനാൻ കൂടെ തേരിൽ. അദ്ദേഹം തന്നെ തേര് നയിക്കാനായിട്ട് അതിൽ കയറി. രമ്യമാം നാനാവാദിത്രങ്ങളും ബഹുവിധ നർമ്മവിദ്യകളും അഭ്യാസമേളനങ്ങളും വന്മതോദയ കൃതന്മാർ ഭടന്മാരാലുള്ള രമ്യഘോഷങ്ങളോടും നടന്നു മന്ദം സർവ അഭ്യാസങ്ങളും നർമ്മവിദ്യകളും ബഹുവിധമായ ആഘോഷങ്ങളും എല്ലാം വാദ്യമേളങ്ങളും എല്ലാമായിട്ട് നടന്നു പോകുവാണ് ഈ ഘോഷയാത്ര. അതിനകത്ത് ഇരിക്കുന്നതാരാ? കംസൻ തേര് നയിക്കുന്നു, സഹോദരിയും ഭർത്താവും അതിലുണ്ട്. അവർ തേരിലായിട്ട് ഇങ്ങനെ പോകണം, മറ്റുള്ളവരെല്ലാം വാദ്യഘോഷങ്ങളായിട്ട് നടന്നു പോകുന്നു. അങ്ങനെ പോകുമ്പോൾ അന്നേരം ദേവാജ്ഞയാൽ ആകാശമാർഗത്തിങ്കൽ നിന്ന് ആ ശരീരം തൻ്റെ വാക്കുകൾ കേൾക്കായി വന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ദേവാജ്ഞയാൽ ദേവന്മാരുടെ ആജ്ഞപ്രകാരം
ആകാശമാർഗത്തിൽ നിന്ന് അശരീരിയുടെ വാക്ക് കേൾക്കുന്നു. എന്താ കേൾക്കുന്നത്? മന്നവാ കംസ ഭവാനൊന്നറിഞ്ഞിരിക്കേണം, ഇന്ന് തൊട്ട് ഉപായങ്ങൾ ഓർത്തുകൊള്ളുക. കംസ, മന്നവ, രാജാവേ, കംസ, ഭവാൻ ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് തൊട്ട് താങ്കൾക്ക് ഉപായം എന്തെങ്കിലും നോക്കിക്കൊള്ളുക. ഇന്ന് തൊട്ട് ഉപായം എന്താ? ഇന്നോട്ട് എന്താ വിഷമങ്ങളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇന്നോട്ട് അതിന് വേണ്ടുന്ന പരിഹാരം കണ്ടുകൊള്ളുക. പക്ഷേ നിന്നുടെ സഹോദരിയാം ഇവൾ പെറ്റുണ്ടാകും നന്ദനൻ എട്ടാം അവൻ അതിമാനുഷൻ നിന്നെ കൊന്നിടും. നിന്നെ കൊന്നു നിന്നീടും, ഒരു സംശയമുണ്ടാകയില്ല. അന്ന് അവനോട് നിനക്കാവതില്ലതിനേതും. നിന്നെ ഈ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ, സഹോദരിയാം ഇവൾ പിറന്നേ നന്ദനൻ മകൻ, 8ാമത്തെ മകൻ അതിമാനുഷനാണ്. അതിമാനുഷാൽ സാധാരണ മനുഷ്യനല്ല, അതിമാനുഷനാണ്. അതുകൊണ്ട് നിന്നെ അന്ന് അവൻ കൊന്ന് നിൽക്കും. അതിന് എന്താ ഒരു സംശയവുമില്ല, നിന്നെ കൊന്നിരിക്കും. അതുകൊണ്ട് അന്ന് നിനക്ക് അവനോട് ഒരാവതും കാണത്തില്ല. അപ്പോൾ ഇപ്പോഴേ നീ അതിൻ്റെ പരിഹാരം കണ്ടുകൊള്ളുക എന്നാണ് ഇവിടെ പറയുന്നത്. നിന്നുടെ സഹോദരിയാം ഇവൾ പെറ്റുണ്ടാകും നന്ദനൻ 8ാം അവൻ അതിമാനുഷൻ നിന്നെ കൊന്നു നിന്നീടും, ഒരു സംശയമുണ്ടാകയില്ല. അന്ന് അവനോട് നിനക്ക് ആവതില്ലതിനേതും. പിന്നെയും അത് തന്നെ കേവലം ദൃഢം. വീണ്ടും അത് തന്നെ പറയുന്നത് എങ്ങനെയാ? അന്യൂനതരം വിശദസ്ഫുടാക്ഷരം ധ്രുവം. നല്ല വ്യക്തമായി അക്ഷര ദൃഢതയോടുകൂടി തന്നെ ആ അശരീരിയുടെ വാക്യം അദ്ദേഹം വീണ്ടും വീണ്ടും കേട്ടു. അങ്ങനെ ഇതൊരു ശല്യം, അത് കേൾക്കായോ അശരീരി വാക്യമാം ശല്യം ബഹുമൂർഖനാം കംസൻ ഉള്ളിലേൽക്കയാൽ അതുമൂലം രാക്ഷസ ബുദ്ധിയ നടുങ്ങിടിനോരജ്ഞാനി താൻ. ഈഷണേന്ദ്രിയാർദ്ധയാം സോദരി തന്നെ പ്രതിവാച്ചവാത്സല്യം മറന്നേറ്റ ഉൾക്രോധം കലർന്ന് ഓർച്ചകൾ ഒഴിഞ്ഞിവൾ തന്നെ ഞാനിപ്പോൾ തന്നെ ശീഘ്രം ഈ സഭയിൽ നിന്ന് എല്ലാവരും കാണുക കരവാൾക്ക് ഇരയാക്കിയിടുവാനില്ല സംശയമേതും. ഈശ്വരൻ അത് ചെയ്യുക എന്നോട്, ഈശ്വരൻ അത് ചെയ്യുമെന്ന് എന്നോട് നിയോഗിച്ചത് ആശ്ചര്യം, എനിക്കതുകൊണ്ടൊരു ദോഷം വരാ. ഇങ്ങനെ നമുക്ക് ബാക്കി അടുത്ത ദിവസം വായിക്കാം. ഇത് ഇപ്പം ഇത്രയേ പറ്റുന്നുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.